യെസ്, കോൺഗ്രസിന്റെ പ്രതിനിധി പ്രൊഫസർ റോണി കെ ബേബിയിലേക്കാണ്. പ്രൊഫസർ റോണി കെ ബേബി, നരേന്ദ്രമോദി ഇവിടെ എത്തിയ ഒരു സാഹചര്യം നമുക്കറിയാം. 6700 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് മുഖം നഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഇത്തരത്തിൽ വലിയ വിവാദങ്ങൾ, പ്രതിപക്ഷത്തിനെതിരെ വലിയ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും പ്രതിപക്ഷ വേട്ട BJP സർക്കാർ ആരംഭിക്കുകയും ചെയ്ത ഒരു നടപടി. കെജ്രിവാളിന്റെ വിഷയത്തിലൊക്കെ അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും അതുപോലെ തന്നെ വലിയൊരു ലക്ഷ്യവുമായി പ്രധാനമന്ത്രി വരികയാണ്. ഇവിടുത്തെ ലക്ഷ്യം CPIM ആണ്, മുഖ്യമന്ത്രിയാണ്. സ്വാഭാവികമായും നിങ്ങൾ ഈ വിഷയങ്ങളിലെല്ലാം BJP എന്തു പറയുന്നോ അതിന് ഒത്താശ പാടുന്നൊരു സമീപനമാണ് കുറേ കാലങ്ങളായി. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിലടക്കം BJP എന്തു പറയുന്നോ അതിനൊരു മറുവാക്ക് പോലും ഉരിയാടാതെ അത് പൂർണ്ണമായും പിന്തുണയ്ക്കുന്നൊരു സമീപനമാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, രാഹുൽ ഗാന്ധി അങ്ങേയറ്റം ആക്ഷേപിക്കുന്ന തരത്തിലൊക്കെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും പരാമർശങ്ങൾ ഉണ്ടാകുക കൂടി ചെയ്ത ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. ഇന്ന് പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിലെ നമ്മൾ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കരുവന്നൂർ അഴിമതിയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നടത്തിയ ആരോപണങ്ങൾ. അതുപോലെ തന്നെ ഇന്ന് പ്രധാനമന്ത്രി ഉയർത്തിയ മറ്റു രണ്ട് പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് കേരളം വയലൻസിന്റെ, അക്രമങ്ങളുടെ, രാഷ്ട്രീയ അക്രമങ്ങളുടെ ഒരു നാടായി കേരളം മാറുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ കലാലയങ്ങൾ, ക്യാമ്പസുകൾ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ കേന്ദ്രമായി മാറുന്നു. ഇതെല്ലാം കൂടിയാണ് ഇന്ന് പ്രധാനമന്ത്രി സംസാരിച്ചത്. അപ്പോൾ ഇതിന്റെ അകത്ത് EDയുമായി ബന്ധപ്പെട്ട് ഇവിടെയാണ് ഈ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് കരുവന്നൂർ ബാങ്കിലെ വിഷയവുമായി ബന്ധപ്പെട്ട് ധീരജിന്റെ സംഭവമൊക്കെ മറന്നുപോയിക്കൊണ്ടാണോ താങ്കൾ സംസാരിക്കുന്നത്? ധീരജിനെ ഒരു ക്യാമ്പസിലിട്ട് കുത്തിക്കൊന്നതൊക്കെ മറന്നുപോയിട്ടാണോ താങ്കൾ സംസാരിക്കുന്നത്? ഇക്കാര്യം ഇവിടെ അക്രമത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞതുകൊണ്ടാണ്. സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും അത്തരത്തിൽ പരാമർശങ്ങൾ ഉണ്ടായത്. പക്ഷേ അതൊക്കെ കോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കണം നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്താണെന്ന്. നീലിമ, ഞാൻ എന്നെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യും. ഞാൻ അത് പറഞ്ഞത് ഈ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഒരു ഭാഗം മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. മറ്റു രണ്ട് ഭാഗങ്ങൾ ചർച്ച ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ കേരളത്തിലെ ഒരു പൊളിറ്റിക്കൽ വയലൻസിന്റെ നാടായും അതുപോലെ ക്യാമ്പസുകളിൽ മുഴുവൻ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളുണ്ട്. കരുവന്നൂർ ബാങ്ക് വിഷയത്തിൽ വളരെ കൃത്യമായി തന്നെ കോൺഗ്രസിന് നിലപാടാണ്. ഇതിന്റെ അകത്ത് ഒന്നും സംഭവിക്കാൻ പോകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇവിടെ അരവിന്ദ് കേജ്രിവാളിനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടതുപോലെയോ ഹേമന്ത് സോറനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടതുപോലെയോ കേരളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ പോലും ED തൊടാൻ പോലും പോകുന്നില്ല എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുണ്ട്. കാരണം ഇവിടെ ഒരു അന്തർധാര വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ പ്രത്യേകിച്ചുണ്ട് പ്രധാനമന്ത്രി സ്ഥാനത്തിന് തന്നെ അവമാനം. അതൊക്കെ എത്ര തവണ കേരളത്തിൽ വന്ന് പറയുന്നു. ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് ഈ അഴിമതി നടക്കുന്നത് മുഴുവൻ അറിയാമെന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രി എന്താണ് അതിന് പകരം ഒരു നടപടിയിലേക്ക് പോകാത്തത്? കൃത്യമായി തന്നെ കാരണം കരുവന്നൂരൊക്കെ പുകമറ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. കാരണം BJPയും CPIയും തമ്മിലുള്ള ധാരണ ഇവിടെ വളരെ വ്യക്തമാണ്. ഇവിടെ BJPയുടെ ശത്രു ഇന്ന് BJP അറ്റാക്ക് ചെയ്യുന്നത് അല്ലെ പ്രചരണത്തിൽ മുഴുവൻ പറയുന്നത് CPIM ആണ്. പക്ഷേ CPIമിന് ഒരു ഇരവാദം ഉണ്ടാക്കാൻ വേണ്ടി ഒരു പ്ലാറ്റ്ഫോം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഞങ്ങളെ വേട്ടയാടുന്നു, കേന്ദ്രം ഞങ്ങളെ പ്രതികാര മനോഭാവത്തോട് വേട്ടയാടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് CPIമിന് ഒരു ഇരവാദം സൃഷ്ടിക്കുന്നതിനുള്ള ഒരു വേദി ഒരുക്കി കൊടുത്തുകൊണ്ട് എങ്ങനെ CPIമിനെ ഇവിടെ പ്രോത്സാഹിപ്പിക്കാം, എങ്ങനെ CPIമിനെ ഇവിടെ വളർത്താം, എങ്ങനെ കോൺഗ്രസിന്റെ സീറ്റുകൾ കുറയ്ക്കാം, അതിനുള്ള കൃത്യമായിട്ടുള്ള ക്യാമ്പയിനാണ് ഈ വിഷയത്തിൽ. കാരണം കേരളത്തിൽ നിന്നുകൊണ്ട് പ്രധാനമന്ത്രി എന്തുകൊണ്ട് ദേശീയ വിഷയങ്ങൾ ചർച്ച ചെയ്തില്ല? എന്തുകൊണ്ട് ഈ പറയുന്ന BJPയുടെ ഈ പറയുന്ന മോദി ഗ്യാരണ്ടിയെ കുറിച്ച് ചർച്ച ചെയ്തില്ല? എന്തുകൊണ്ട് സങ്കല്പ പത്രത്തെ കുറിച്ച് ചർച്ച ചെയ്തില്ല? അല്ലെ ഇന്ത്യ വലിയ സാമ്പത്തിക ശക്തിയായും ഇവിടെ വലിയ മാറ്റങ്ങളും വലിയ ക്ഷേമ പദ്ധതികളും ഒക്കെ നടത്തി എന്ന് അവകാശപ്പെടുന്ന ഇവരുടെ പ്രകടന പത്രിക തന്നെ ഇന്നലെയാണ് വന്നത്. പക്ഷെ ആ പ്രകടന പത്രികയെ കുറിച്ചൊരു വാക്ക് പോലും കേരളത്തിൽ നിന്നുകൊണ്ട് പ്രധാനമന്ത്രി സംസാരിക്കാത്തടത്ത് ഞങ്ങൾ വളരെ കൃത്യമായി തന്നെ ഇവിടെ ഞങ്ങൾ സംശയിക്കുന്നത് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഡീല് ഈ പ്രചരണത്തിൽ പോലും പ്രധാനമന്ത്രി CPIമിനെ അറ്റാക്ക് ചെയ്യുന്നു, CPIM തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു കൃത്യമായി. പക്ഷെ എന്താണ് ഒരു നടപടിയും തുറച്ച് ഉണ്ടാകുന്നില്ല. ഓരോ വിഷയം നമ്മൾ കണ്ടു. ഈ പറയുന്ന സുപ്രീം കോടതിയിൽ പലതവണ കേസ് പോയ വിഷയങ്ങൾ നമ്മൾ കാണുന്നു. കേസ് കൊടുക്കുന്നു, സെറ്റിൽമെന്റ് ഉണ്ടാകുന്നു. അപ്പൊ കൃത്യമായി തന്നെ ഇവർ രണ്ടുപേരും തമ്മിൽ പരസ്പരം, കാരണം BJPക്ക് മികച്ച സ്ഥാനാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് നൽകിയത് തന്നെ EP ജയരാജൻ എന്ന് പറയുന്ന CPIമിന്റെ നേതാവാണ്, ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനറാണ്. അപ്പോൾ വളരെ കൃത്യമായി തന്നെ, കാരണം ഞങ്ങൾ ഒരേ സമയത്ത് തന്നെ രണ്ട് യുദ്ധമുഖത്താണ് കോൺഗ്രസിനോട് പോരാടുന്നത്. ഒരു യുദ്ധമുഖം എന്ന് പറയുന്നത് CPIമും ഒരു യുദ്ധമുഖം എന്ന് പറയുന്നത് BJPയാണ്. ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ 1-2 ആഴ്ചയിലെ പ്രചാരണങ്ങൾ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം അറ്റാക്ക് ചെയ്യുന്നത് മുഴുവൻ കോൺഗ്രസിനെതിരെയാണ്. അദ്ദേഹം BJPക്കെതിരെയോ അല്ലെങ്കിൽ ഈ പറയുന്ന സംഘപരിവാറിന്റെ അജണ്ടയെ കുറിച്ചോ പറയുന്നില്ല. ഇവിടെ ഈ പറയുന്ന ഇവിടെ മുഖ്യമന്ത്രി പറയുന്നത് ശ്രീ റോണി കെ ബേബി കൃത്യമായി സംഘപരിവാർ അജണ്ട മുന്നോട്ട് വെച്ചുകൊണ്ട്
അത് മുൻനിർത്തിക്കൊണ്ടാണ് നിങ്ങൾക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നത്. ആ വിമർശനത്തിന്റെ കാരണം എന്തെന്ന് താങ്കൾക്കും അറിയാം. CAA വിഷയത്തിൽ ഒന്നും മിണ്ടാത്ത രാഹുൽ ഗാന്ധിയെ കോൺഗ്രസിനെയാണ് മുഖ്യമന്ത്രി വിമർശിക്കുന്നത്. ഇന്നത്തെ തന്നെ എനിക്ക് പിന്നെ നീലിമ രാഹുൽ ഗാന്ധിയുടെ പിന്നെ കോഴിക്കോട്ടെ പ്രസംഗം കേട്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. അതൊക്കെ വളരെ കൃത്യമായി തന്നെ ഞാൻ ദേശീയ മാധ്യമങ്ങളല്ല, ഞാനിപ്പോൾ ഒരു നാഷണൽ ചാനലിൽ ചർച്ച കഴിഞ്ഞിട്ടേ കൂടെ വന്നത്. അതിനകത്ത് തന്നെ കൃത്യമായി തന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കാണിക്കുന്നുണ്ട്. അതിൽ പറയുന്നത് രാഹുൽ ഗാന്ധി കൃത്യമായി പറയുന്നു, ഇത് എന്ന് പറയുന്നത്, ഈ പോരാട്ടം എന്ന് പറയുന്നത് രണ്ട് നരേറ്റീവ് തമ്മിൽ പോരാട്ടമാണ്. ഇപ്പൊ RSS മുന്നോട്ട് വയ്ക്കുന്ന നരേറ്റീവും രണ്ട് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന നരേറ്റീവും. RSS പറയുന്നു ഒരു രാഷ്ട്രം, ഒരു മതം, ഒരു ഭാഷ, ഒരു ഭരണകൂടം, ഒരു ഭരണാധികാരി. കോൺഗ്രസ് പറയുന്നു എല്ലാവരുടെയും എല്ലാ ഭാഷകളും എല്ലാ മതങ്ങളും എല്ലാ സംസ്കാരങ്ങളും എല്ലാ ബഹുസ്വരതകളും നിലനിൽക്കുന്ന രാജ്യം. അപ്പൊ വളരെ കൃത്യമായി തന്നെ ഈ CAA എന്ന് പറയുന്ന വിഷയത്തിൽ ഞങ്ങൾ നിലപാട് വളരെ കൃത്യമാണ്. ഈ രാജ്യത്തെ എല്ലാ മതവിഭാഗങ്ങളും, അത് ഭൂരിപക്ഷം എന്നോ ന്യൂനപക്ഷമോ എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടെ സംസ്കാരവും അവരുടെ ആചാരങ്ങളും അവരുടെ വിശ്വാസവും പുലർത്തുന്നതിനുള്ള ഒരു സംവിധാനം ഭരണഘടനയ്ക്ക് ഒരു പോറൽ പോലും ഏൽക്കുവാനായിട്ട് കോൺഗ്രസ് സമ്മതിക്കില്ല എന്നുള്ള വളരെ കൃത്യമായി. കാരണം ഭരണഘടനയ്ക്ക് പോറൽ ഏൽക്കാൻ സമ്മതിക്കില്ല എന്ന് കോൺഗ്രസ് പറയുമ്പോൾ വളരെ വ്യക്തമാണ്. മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു തരത്തിലുള്ള ഒരു നിയമനിർമ്മാണവും ഈ രാജ്യത്ത് കൊണ്ടുവരാൻ എനിക്കെന്താ ഇത് മനസ്സിലാകാത്തത്? കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മാത്രം മനസ്സിലാകുന്നില്ല, CPM മാത്രം മനസ്സിലാകുന്നില്ല. CPM മുഖ്യമന്ത്രി പറയുന്നു കോൺഗ്രസിന്റെ പ്രകടനപത്രികയിൽ CAA കുറിച്ച് പറയുന്നില്ല. അത് എന്ത് ചെയ്യുന്നു? ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിക്കുന്നു, വൈകിട്ട് അവിടെ പ്രധാനമന്ത്രി ഡൽഹിയിൽ നിന്ന് പറയുന്നു കോൺഗ്രസിന്റെ പ്രകടന പത്രിക എന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രകടന പത്രികയാണ് എന്ന് പറഞ്ഞുകൊണ്ട്